നമസ്കാരം. പത്മജ വേണുഗോപാലിനെ CPIMൽ എത്തിക്കാൻ EP ജയരാജന്റെ നിർദ്ദേശപ്രകാരം താൻ ഇടപെട്ടുവെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ അവകാശവാദം പിന്നീട് പത്മജ വാർത്ത ശരിവെച്ചതും ദീപ്തി മേരി വർഗീസും ക്ഷണം 24 സ്ഥിരീകരിച്ചതും ഇന്നത്തെ വാർത്താദിനത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനം നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ഇന്നും ഭേദഗതിക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി. വനിതകൾക്ക് വമ്പൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ്. കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല. സംസ്ഥാനത്ത് ചൂട് കടുക്കുമ്പോൾ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയും എന്നത് ആശങ്കയുണ്ടാക്കുന്നു. വാർത്താസമ്പന്നമായ ഈ ദിനത്തിൽ ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം പ്രേക്ഷകർക്ക്. പത്മജ വേണുഗോപാലിനെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും CPIMൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് വിവാദ ദല്ലാൽ TG നന്ദകുമാർ. EP ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടൽ എന്നാണ് വെളിപ്പെടുത്തൽ. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനെ തുടർന്ന് ചർച്ച വഴിമുട്ടി. പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സമീപിച്ചെന്നും TG നന്ദകുമാർ 24നോട് പറഞ്ഞു. ഈ ബൈ ഇലക്ഷന്റെ ഭാഗമായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ മാത്രം പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ വിദേശത്താണ്, ദുബായിലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിരാശ. അങ്ങനെ EP ജയരാജനുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ബന്ധപ്പെടാൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടു. അദ്ദേഹവും സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന്. അപ്പം നമ്മൾ LDFൻ്റെ ഭാഗമാകണതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സംസാരിച്ചു. ഇന്ന് LDF കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയുന്നത് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ. പക്ഷേ വനിതാ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുമോ? പറഞ്ഞോളാൻ പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ച്. ദല്ലാൽ TG നന്ദകുമാർ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിച്ചു. 3 തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ നിന്നില്ല. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ഒരിടത്തേക്കും പോകില്ലെന്നും പത്മജ 24നോട് പറഞ്ഞു. ഞാനത് അവരോട് പറഞ്ഞല്ലോ, കളി കൊണ്ടിട്ട് അപ്പൊ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയുന്നതിന് ഉത്തരം പറയണ്ടല്ലോ. കാരണം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് 1.5 കൊല്ലായി. അതിനിടയ്ക്ക് ഒരു ദിവസം ഡോക്ടർ കോൺഫറൻസിന്റെ ഇടയ്ക്ക് ഹയാത്തിൽ വെച്ചിട്ട് ആളാണ് എന്തോ ബുക്ക് ചെയ്തിട്ട് വന്നത്. അപ്പൊ എന്നെ കണ്ടപ്പം സ്നേഹമായിട്ട് വന്ന് എന്താ ചേച്ചി വിശേഷം എന്നൊക്കെ ചോദിച്ച ആള് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഇന്ന് വരെ, കാരണം ഞാൻ അങ്ങനെ ആലോചിക്കണമെന്നുള്ളത് ആർക്കും അറിയില്ല. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കൾക്കും പിന്നെ എന്റെ ഭർത്താവിനും മാത്രമേ അറിയുള്ളായിരുന്നു ഇക്കാര്യം. അല്ല, എന്നെ അവിടുന്ന് നേരിട്ട് തന്നെയാണ്. EP ജയരാജൻ CPIMലേക്ക് തന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചുവെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് 24നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു. വാഗ്ദാനം താൻ നിരസിച്ചെന്നും ദീപ്തി മേരി വർഗീസ് 24നോട് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് താല്പര്യമില്ലായിരുന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ. അല്ല, അവർ വേറൊന്നും പറഞ്ഞില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ചത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അന്ന് തന്നെ മറുപടി പറഞ്ഞിരുന്നു. EP ജയരാജൻ നേരിട്ട് ഫോണിലാണോ സംസാരിച്ചത്? നേരിട്ട് അല്ല, അതൊക്കെ പറഞ്ഞ ആൾ തന്നെ പറയട്ടെ. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അവിടെ ദല്ലാൽ നന്ദകുമാർ പ്രത്യക്ഷപ്പെടുന്നു. EP ജയരാജന്റെ പേര് വീണ്ടും അവിടെ വരികയാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് പത്മജ രംഗത്ത് വരുമ്പോൾ പക്ഷേ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതുപോലെയല്ല, ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ താൻ അതിൽ പ്രതികരിക്കാൻ നിന്നിട്ടില്ല എന്ന് പത്മജ പറയുന്നു. എന്നാൽ ദീപ്തി മേരി വർഗീസ് ആകട്ടെ ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയും ഒരു പടി കൂടി കടന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള തരത്തിലേക്ക് വാഗ്ദാനം ലഭിച്ചു എന്നുകൂടി പറയുകയാണ്. ഏതായാലും എന്താണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരത്തിലേക്കൊക്കെയുള്ള നീക്കങ്ങൾ LDFന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കൺവീനറുടെ ഭാഗത്തു നിന്ന് നേരിട്ട് നടന്നിട്ടുണ്ട് എന്നാണോ? അനുജ, തീർച്ചയായും ഈ UDFൽ അസംതൃപ്തരായ നേതാക്കളെ LDFലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും നിർണായകമായി നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. അന്ന് ഈ
BJPയുടെ അടക്കമുള്ള ആരോപണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. എന്തായാലും അന്ന് ഈ പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയ സമയത്താണ് EP ജയരാജൻ പത്മജയെ ബന്ധപ്പെടണമെന്ന് ദല്ലാൽ നന്ദകുമാറിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് നന്ദകുമാർ പത്മജിയുമായി ബന്ധപ്പെടുന്നതും LDFിൽ നിന്ന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് അറിയിക്കുന്നതും. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ അതിനോട് അനുകൂല തീരുമാനമാണ് പത്മജ പറഞ്ഞത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്മജിയുമായി സംസാരിക്കുമ്പോൾ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അതിനോട് അനുകൂല മറുപടി പറയുകയോ അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നന്ദകുമാർ ഇക്കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. LDFിലേക്ക് വന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാം എന്നുള്ളൊരു വാഗ്ദാനം കൂടി EP ജയരാജൻ മുന്നോട്ട് വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പത്മജ അത് തള്ളുന്നു. ഒരു സൂപ്പർ പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്ന് പറയുന്നുണ്ട്. അതും പത്മജ തള്ളുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഒരു പാർട്ടിയിലേക്കും പോകാൻ അന്ന് തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു നിലപാട് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സൂപ്പർ പദവി ആവശ്യപ്പെട്ടത് നിരസിച്ചതോടുകൂടി പാർട്ടി നിരസിച്ചതോടുകൂടിയാണ് ആ ചർച്ചകൾക്ക് വിരാമമായത് എന്നുകൂടി ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കി. എന്തായാലും അതെല്ലാം തള്ളിക്കൊണ്ട് വേറൊരു രീതിയിലുള്ള പ്രതികരണമാണ് പത്മജിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ഇന്ന് ദല്ലാൽ നന്ദകുമാർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയത് പത്മജയ്ക്ക് പുറമെ കോൺഗ്രസിന്റെ ശക്തിയായ ഒരു വനിതാ നേതാവിനെ കൂടി LDFിലേക്ക് എത്തിക്കാനുള്ള നീക്കം EP ജയരാജൻ നടത്തിയിരുന്നെന്നും താൻ വഴിയും അതായത് ദല്ലാൽ നന്ദകുമാർ വഴിയും അതിനു പുറമെ EP ജയരാജൻ നേരിട്ടും ആ വനിതാ നേതാവിനെ സമീപിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ കൊച്ചിയിലെ പ്രമുഖ വനിതാ നേതാവായ ദീപ്തി മേരി വർഗീസിനെ ബന്ധപ്പെടുന്നത്. അങ്ങനെ ദീപ്തി തന്നെ പറയുന്നുണ്ട് EP ജയരാജൻ വിളിച്ചിരുന്നു. അതിനും പുറമെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDFിന്റെ സ്ഥാനാർത്ഥിയാകാൻ അവസരം നൽകാമെന്നുകൂടി പറഞ്ഞു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ദീപ്തി മേരി വർഗീസ് നടത്തുന്നത്. അന്ന് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കൂടി LDF പോയി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതായത് UDFിൽ ശക്തമായി നിലകൊള്ളുന്നൊരു നേതാവിനെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം അന്ന് ഇടതുമുന്നണി നടത്തിയിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് EP ജയരാജനാണ് എന്നുള്ളൊരു വലിയ വെളിപ്പെടുത്തൽ. അതായത് ഇതിൽ അശ്വിൻ ആ സമയത്തൊക്കെ UDFിൽ ഒരുപക്ഷെ ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വന്നിരുന്ന സമയം കൂടിയാണല്ലോ. അപ്പോൾ കൃത്യമായി ആ നീക്കം കൂടി ലക്ഷ്യമിട്ടായിരുന്നു CPMന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം എന്നുകൂടി നമ്മൾ അനുമാനിക്കണം. തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം പലവിധ പേരുകളിലേക്ക് LDF സ്ഥാനാർത്ഥിയുടെ ചർച്ചകൾ അന്ന് നീങ്ങിയിരുന്നു. KS അരുൺകുമാർ അടക്കമുള്ളവർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ അന്ന് പടർന്നിരുന്നു. പക്ഷേ ആ സ്ഥാനാർത്ഥി നിർണയം വളരെ വൈകുകയും ചെയ്തു. പക്ഷേ അവിടെ UDFിലും അങ്ങനെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. ദീപ്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയിലേക്ക് അന്ന് LDF പോയത്. അത് ജോ ജോസഫ് ആയിരുന്നു. ആ ജോ ജോസഫിലേക്ക് അവസാനമായി എത്തുന്നതിന് മുൻപ് തന്നെ ദീപ്തി മേരി വർഗീസ് എന്നുള്ളൊരു ഒരു ഓപ്ഷനിലേക്ക് അന്ന് LDF നീങ്ങി. അല്ലെങ്കിൽ EP ജയരാജന്റെ നേതൃത്വത്തിൽ ആ ഒരു ആലോചനകൾ നടന്നു എന്നുള്ളത് കൂടിയാണ് ദീപ്തിയുടെ തന്നെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അന്ന് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിരുന്നെങ്കിൽ ദീപ്തിയെ അവിടെ നിന്നും പൂർണ്ണമായും മാറ്റിക്കൊണ്ട് LDFിലേക്ക് എത്തിച്ച് LDFിന്റെ സ്ഥാനാർത്ഥിയായി തൃക്കാക്കരയെ മത്സരിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അന്ന് വലിയ രാഷ്ട്രീയ കൊള്ളക്കങ്ങളിലേക്ക് വലിയ രാഷ്ട്രീയ ചലനങ്ങളിലേക്ക് ആ സംഭവം മാറുമായിരുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും അന്ന് ആ ഒരു ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത് എന്ന് ദീപ്തി തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി EP-യുടെ പ്രതികരണമാണ് ഇതിൽ വരേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നോ എന്ന് കൂടി പറയേണ്ടതുണ്ട്. എന്തായാലും ദീപ്തിയെ പോലൊരു കോൺഗ്രസിന്റെ സമുന്നതയായ വനിതാ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന വനിതാ നേതാവ് EP ജയരാജന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. അതെ, EP ജയരാജന്റെ പ്രതികരണമാണ് ഇനി വരാനിരിക്കുന്നത്. അതിനിടെ ഈ വിഷയത്തിൽ മന്ത്രി P രാജീവിന്റെ ഒരു പ്രതികരണം വന്നത് ദീപ്തി മേരി വർഗീസിന്റെ വെളിപ്പെടുത്തൽ തന്റെ അറിവിലുള്ള കാര്യമല്ല എന്നാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തമായി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പുറത്തെ സ്ഥാനാർത്ഥികളെ നോക്കുന്ന സമയമായിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. എനിക്കറിയില്ല, നമ്മുടെ അറിവിലുള്ളതല്ല. ഞങ്ങളങ്ങനെ അപ്പുറത്തെ സ്ഥാനാർത്ഥി നോക്കുന്ന സമയമായിരുന്നില്ലല്ലോ. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിച്ചതല്ലേ. എപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറയുന്ന നേതൃത്വത്തിന് കീഴിലിരിക്കുന്ന ആളുകൾക്ക് വേറെ തരത്തിലുള്ള ചാഞ്ചാട്ടമോ ചാഞ്ചല്യോ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇത്തരം മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്ന് സംഭവിച്ച അടുത്ത വാർത്തയിലേക്ക്. പൗരത്വ നിയമത്തിനെതിരെ ഡൽഹിയിൽ വീണ്ടും പ്രതിഷേധം. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധക്കാരെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. ഈ തരത്തിലേക്കുള്ള പ്രതിഷേധം തന്നെയാണോ ഇന്നുണ്ടായത്? പ്രതിഷേധം അവസാനിച്ചോ അതോ അത് ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ?
അനുജ, നിലവിലിപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. ഡൽഹി സർവകലാശാലയിലെ ആർട്സ് ഫാക്കൽറ്റിക്ക് മുന്നിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. SFI പ്രവർത്തകർ ക്യാമ്പസിന്റെ അകത്ത് നിന്ന് ഈ ഗേറ്റിന് പുറത്തേക്ക് വരികയായിരുന്നു. ഇവിടെ വെച്ച് പോലീസ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരെല്ലാം തന്നെ SFI പ്രവർത്തകരെ പുറത്തേക്ക് തള്ളുകയായിരുന്നു. അതിനുശേഷം SFI പ്രവർത്തകർക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാർ കയ്യേറ്റം നടത്തി. ഇതിനിടയിൽ SFI പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എന്തായാലും പിന്നീട് പോലീസ് ഈ SFI പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പൂർണ്ണമായും ഇപ്പോൾ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡൽഹി സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. ഇന്നലെ പ്രതിഷേധം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ഇന്നലെ MSF-ഉം SIO IC അടക്കമുള്ള വിവിധ സംഘടനകളാണ് പ്രതിഷേധവുമായി ഉണ്ടായിരുന്നത്. ഇന്ന് SFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നാളെയും സമാനമായി തന്നെ ഈ ക്യാമ്പസിൽ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നുണ്ട്. നമുക്കറിയാം 2019-ൽ പൗരത്വ ഭേദഗതി നിയമം അത് പാർലമെന്റ് പാസാക്കിയ ഘട്ടത്തിൽ അതിനടുത്ത് വലിയ പ്രതിഷേധം ഈ രാജ്യത്തൊട്ടാകെ ഉയർന്നിരുന്നു. പ്രധാനമായും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് പ്രതിഷേധങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടത്. സമാനമായ നിലയിലൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇപ്പോൾ രൂപപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടന്നത്. JNU, അതോടൊപ്പം ജാമിയ മിലിയ, കൂടാതെ ഡൽഹി സർവകലാശാല, അംബേദ്കർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിവിധ ക്യാമ്പസുകളിലും സമാനം തന്നെയാണ് അവസ്ഥ. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രവർത്തകരടക്കം പോലീസ് നീക്കിയിട്ടുണ്ട്. ഇവിടെ പോലീസിന്റെ വിന്യാസം ഇപ്പോഴും തുടരുകയാണ്. അനുജ, ഡൽഹിയിൽ എങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹി സർവകലാശാലയിൽ ഉണ്ടായ പ്രതിഷേധം എന്നതിന്റെ വിവരങ്ങളാണ് നിതിൻ നൽകിയത്. അതിനിടെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി രാജ്ഭവന് മുന്നിൽ UDF ധർണ നടത്തി. വിഷയത്തിൽ CPI-യുമായി യോജിച്ച് സമരത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം, ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. നിങ്ങൾ ആരുടെ കൂടെയാണ്? MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്നലെ തന്നെ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്നത് മന്ത്രിസഭായോഗം അംഗീകരിച്ചു. പക്ഷേ ഏത് തരത്തിലേക്കാണ്? നിലവിൽ ഹർജി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്ക് പോകുമെന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അത് നിയമോപദേശത്തിന് ശേഷമാണ്. അതിന് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ചർച്ചകൾ നടന്നു? അനുജ, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ ശക്തമായൊരു പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു തരത്തിലും ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് നിയമ പോരാട്ടത്തിലേക്ക് കൂടി സംസ്ഥാനം കടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയിൽ പുതുതായി വീണ്ടും ഹർജി നൽകണമോ അല്ലെങ്കിൽ നിലവിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ തന്നെ സംസ്ഥാനത്തിന്റെ ഒരു നിലപാട് വീണ്ടും അറിയിക്കണമോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശം അടക്കം തേടാനും ഒപ്പം മറ്റ് നിയമപരമായ കാര്യങ്ങൾ, തുടർ നടപടികൾ ആലോചിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ സർക്കാർ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഡൽഹിയിലാണ് AG ഉള്ളത്. ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു നടപടികളിലേക്ക് സർക്കാർ പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്നും ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണമെന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. എന്നാൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കണ്ടത്. UDF-ന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വലിയ വിമർശനങ്ങളും ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായും സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഈ CAA പ്രതിഷേധങ്ങൾക്ക് എതിരെ എടുത്ത കേസുകളടക്കം സർക്കാർ പിൻവലിച്ചില്ല എന്നുള്ളൊരു വിമർശനം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് എന്ന് P. രാജീവ് അടക്കം കുറ്റപ്പെടുത്തി. പക്ഷേ പ്രതിപക്ഷമടക്കം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി P. രാജീവ് ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യോജിച്ച ഒരു പോരാട്ടം സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ നിയമ പോരാട്ടവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കും. അനുജ, അതെ, പൗരത്വ ഭേദഗതി നിയമത്തിൽ നിയമ നടപടിക്ക്
കടക്കുക, നിയമ നടപടിയിലേക്ക് കടക്കുക എന്നതിലേക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരമാകുന്നു. അതിൽ അഡ്വക്കേറ്റ് ജനറലിനെ തുടർ നടപടികൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് കെ റൈസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു വിതരണത്തിന്റെ. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞാലും സർക്കാരിന്റെ ശബരി കെ റൈസ് ജനങ്ങളിലേക്ക് ഉടൻ എത്തില്ല എന്നതാണ് വിവരം. അരി ഇതുവരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടില്ല. ശബരി കെ റൈസ് കേരളത്തിന്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലാണെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, നഷ്ടം സഹിച്ചാണ് കെ റൈസ് വിതരണം ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നഷ്ടമാണ്. കൂടിയ വിലയ്ക്ക് അരി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി ആകട്ടെ നേരെ മറിച്ചാണ്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ അരി എപ്പോൾ ജനങ്ങൾക്ക് കിട്ടും എന്നതിൽ ഒരു അവ്യക്തത നിലവിലുണ്ടോ? എന്താണ് അതിന് കാരണം? അനുജ, വലിയ പ്രത്യാരോപണങ്ങൾ ഈ ഭാരത് റൈസും അതുപോലെ തന്നെ കെ റൈസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാരത് റൈസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരന്തരമായി അതിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം അതായത് ഈ FCI ഗോഡൌണിൽ നിന്ന് ഈ റേഷൻ കടകളിലൂടെ കേന്ദ്രം നൽകുന്ന അതേ അരി തന്നെയാണ് 10 രൂപ കൂട്ടി 29 രൂപയ്ക്ക് എല്ലാവർക്കുമായി ഭാരത് റൈസ് എന്ന പേരിൽ കൊടുക്കുന്നു എന്നുള്ളൊരു ആരോപണം അത് തുടർച്ചയായി സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും സപ്ലൈകോയും ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. അതിന് ബദലായി ഈ പറയുന്ന കെ റൈസ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ വിതരണ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെ റൈസ് ഇതുവരെ സംസ്ഥാനത്തെ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതുവരെ ഈ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനോ അല്ലെങ്കിൽ ഈ സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്ന് ഈ അരി ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ഈ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഇന്ന് ഉദ്ഘാടന ദിവസമാണ്, അത് ഈ ഔട്ട്ലെറ്റുകളിലേക്ക് എത്താനുള്ള ചെറിയ താമസം മാത്രമാണ്. നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കെ റൈസിൻ്റെ വിതരണം ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ ഇത്രയധികം ഔട്ട്ലെറ്റുകളിലേക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെ ഇത്രയധികം ആളുകൾക്കുള്ള അരി എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 29 രൂപയ്ക്ക് ജയ അരി വിൽക്കും. അതോടൊപ്പം തന്നെ മട്ട അരിയും അതുപോലെ തന്നെ കുറുവ അരിയും 30 രൂപയ്ക്കും ഈ കെ റൈസിലൂടെ സംസ്ഥാന സർക്കാർ വിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിന് കാരണമായി പറയുന്നത് കേന്ദ്രം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റേഷൻ കടകളിലൂടെ FCI ഗോഡൌണിൽ നിന്ന് ഈ കേന്ദ്ര സർക്കാർ റേഷൻ കടകളിലൂടെ നൽകുന്ന അതേ അരി സബ്സിഡി നിരക്കിൽ നൽകുന്ന അതേ അരി തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്ന് അത് 10 രൂപയോളം വർദ്ധിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് സർക്കാർ നിരന്തരമായി പറയുന്നത്. അതിന് ബദലായി ആ വഞ്ചനയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാർ ചെലവ് അധികം വഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ 11 രൂപയോളം വരുന്ന സബ്സിഡി നിരക്കിൽ അരി കൊടുക്കാനായുള്ള തീരുമാനം എടുത്തതും എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഇത് ആവർത്തിച്ച് പറയുമ്പോഴും എപ്പോൾ കെ റൈസ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും എത്തും എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. അനുജ, കെ റൈസ് എപ്പോൾ മുതൽ വിതരണം തുടങ്ങാനാകും എന്നതിൽ അവ്യക്തത നിലനിൽക്കുന്നു എന്നതാണ് അഖിൽ ഷാ നൽകിയ വിവരം. പത്മജ വേണുഗോപാലിനെതിരായ പരാമർശത്തിൽ KPCC നേതൃയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് വിമർശനം. ശൂരനാട് രാജശേഖരനാണ് വിമർശനം ഉന്നയിച്ചത്. അനാവശ്യമായി ലീഡറുടെ പേര് വലിച്ചിഴച്ചത് ശരിയായില്ല എന്ന് ശൂരനാട് രാജശേഖരൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ രൂക്ഷ വിമർശനം പരാമർശത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്നും ചില മുതിർന്ന നേതാക്കൾ പരാമർശത്തിൽ തെറ്റൊന്നുമില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഇന്നിപ്പോൾ നേതൃയോഗത്തിൽ എന്താണ് കണ്ടത്? ഏതെങ്കിലും നേതാക്കളൊക്കെ പത്മജ വേണുഗോപാലിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞോ, ശൂരനാട് ഒഴികെ? അതായത് ശൂരനാട് രാജശേഖരനാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിനെതിരെ യോഗത്തിൽ രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് രാഹുലിന്റെ പരാമർശത്തിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ട്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ഒപ്പം തന്നെ മുതിർന്ന ഒരു നേതാവായിരുന്ന K കരുണാകരൻ ഇത്തരം വിവാദങ്ങളിൽ വലിച്ചിഴച്ചത് ശരിയായില്ല എന്നായിരുന്നു യോഗത്തിൽ ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിന് നൽകിയൊരു മറുപടി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് തന്നെ മറുപടി വ്യക്തമാക്കിയ കാര്യമാണ്. രാഹുലിനെ
പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് VD സതീശൻ യോഗത്തിൽ സ്വീകരിച്ചത്. മറ്റ് നേതാക്കളാരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അഭിപ്രായവും യോഗത്തിൽ പറഞ്ഞിരുന്നില്ല. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇതിനു മുമ്പ് പരസ്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ പരാമർശവുമായി രംഗത്ത് വന്നിരുന്നത്. കെ മുരളീധരൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ രാഹുലിനെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് യോഗത്തിൽ ഇത്തരത്തിൽ മുതിർന്ന നേതാവായ ശൂരനാട് രാജശേഖരൻ ഒരു പരാമർശം നടത്തുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCCയിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കരുണാകരനുമായി അടുത്തു നിന്നിരുന്ന നേതാക്കൾക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ ഈ അതൃപ്തി KPCC അധ്യക്ഷനെ ഉൾപ്പെടെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ KPCCയുടെ നേതൃയോഗത്തിൽ ഉണ്ടായത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. നേതൃത്വമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആലോചിച്ച ശേഷം പ്രതികരിക്കാം, മാധ്യമങ്ങളെ കാണാമെന്നാണ് രാഹുലുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ രാഹുൽ പറഞ്ഞത്. എന്തായാലും ഈ പത്മജ പാർട്ടി വിട്ടു പോയെങ്കിലും പത്മജിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനെതിരെ നടത്തിയ പരാമർശം അധിക്ഷേപ പരാമർശത്തിലാണ് ഇന്നിപ്പോൾ രൂക്ഷ വിമർശനം ശൂരനാട് രാജശേഖരന്റെ ഭാഗത്തുനിന്ന് നേതൃയോഗത്തിൽ ഉയർന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് വനിതകൾക്കായുള്ള ചില പ്രഖ്യാപനങ്ങൾ. സംഭവിച്ചതിലേക്ക് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 50% സംവരണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ധുലയിൽ നടന്ന മഹിളാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപനം നടത്തിയത്. നിർധനരായ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ ധനസഹായം ഉൾപ്പെടെയാണ് മഹിളാ ന്യായ് പദ്ധതിയിലുള്ളത്. 1 लाख रुपए उसके बैंक अकाउंट में हर साल ऑटोमेटिक डायरेक्ट उसके बैंक अकाउंट में जाएगा। और वैसे ही हिंदुस्तान में करोड़ों महिलाओं के साथ करोड़ों महिलाओं के बैंक अकाउंट में साल का 1 लाख रुपए आएगा। क्रांतिकारी कदम है ये। अगर नरेंद्र मोदी जी अरबपतियों को अरबपतियों को 16 लाख करोड़ रुपए दे सकते हैं, तो हम करोड़ों महिलाओं को 1 लाख रुपए दे सकते हैं. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, മോദി സർക്കാർ വനിതകൾക്കൊക്കെയായി ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു, കുറേയൊക്കെ നടപ്പാക്കുന്നു എന്ന അവകാശവാദം നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായാണ് കോൺഗ്രസിന്റെ മഹിളകൾക്കായുള്ള ഗ്യാരണ്ടി. തീർച്ചയായും ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ വിവിധ ഗ്യാരണ്ടികൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ കണ്ടു. ഇന്നിപ്പോൾ ധുലയിൽ വെച്ച് നടത്തിയ റാലിയിലാണ് സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നത്. 5 ഗ്യാരണ്ടികളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ ജോലികളിൽ 50% സ്ത്രീ സംവരണം. കേന്ദ്ര സർക്കാർ ജോലികളിലാണ് ഈ സംവരണം ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം തന്നെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വാർഷിക സഹായമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. ആശാ വർക്കർമാർ, അങ്കണവാടി വർക്കർമാർ തുടങ്ങിയ ആളുകൾക്കൊക്കെ തന്നെ നിലവിൽ കിട്ടുന്ന വേതനം അത് ഇരട്ടിയാകും. ഒപ്പം തന്നെ പഞ്ചായത്തുകളിലും മറ്റും കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് നിയമസഹായം നൽകാൻ വേണ്ടി പ്രത്യേക സംവിധാനം, അധികാർ മൈത്രി എന്ന പേരിലൊരു സംവിധാനം ഏർപ്പെടുത്തും. അപ്പോൾ സ്ത്രീകൾക്കുള്ള ഹോസ്റ്റലുകൾ അത് എല്ലാ ജില്ലകളിലും ഏർപ്പെടുത്താനുള്ള തീരുമാനം കൂടി എടുക്കും എന്നൊരു വാഗ്ദാനം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം കോൺഗ്രസിന് മുന്നിലുണ്ട്. മധ്യപ്രദേശിലടക്കം ലാഡ്ലി ബഹൻ പോലെയുള്ള പദ്ധതികൾ അത് എങ്ങനെയാണ് BJPക്ക് ഗുണകരമായത് എന്ന അനുഭവം അവർക്ക് മുന്നിലുണ്ട്. അതുകൂടി ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ടാകാം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതെ, മഹിളകൾക്കായുള്ള വമ്പൻ വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര നിലപാട് തള്ളി കേരളം. 5000 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും 10,000 കോടി വേണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചുനിന്നു. വായ്പയെടുക്കാനുള്ള അവകാശത്തെ കേന്ദ്രം ഹനിക്കുകയാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി. കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ, ഒരു രക്ഷാ പാക്കേജ് അടിയന്തരമായി നൽകാൻ കഴിയുമോ എന്നതിൽ തീരുമാനം അറിയിക്കണമെന്നതാണ് ഇന്നലെ കോടതി കേന്ദ്രത്തോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് കുറേ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് കേന്ദ്രം കോടതിയിൽ വാദിക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. കേരളവും തിരിച്ചു കുറേ കണക്കുകൾ പറയുന്നു. ഏതായാലും ഇതിലൊരു തീരുമാനമാകുന്നില്ല. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും സാധ്യതകളുണ്ടോ കേരളത്തിന് മുന്നിൽ?
ഈ രണ്ട് കണക്കും ചേരുന്നില്ല, അഥവാ ചേർന്ന് പോകാനായി ഇനി നിർബന്ധിക്കാൻ പറ്റില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനുജ് പറഞ്ഞത് പോലെ ഈ കണക്കുകൾ തമ്മിൽ ചേരുമ്പടി ചേർക്കാനായിട്ടുള്ള ശ്രമം സുപ്രീം കോടതി ഉപേക്ഷിച്ചിരിക്കുകയാണ്. മറിച്ച് വിശദമായിട്ടുള്ള വസ്തുതകൾ പരിശോധിച്ച് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകാം എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതിക്ക് ഇന്ന് മറുപടി നൽകിയത്, ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചത് അനുഭാവപൂർണമായിട്ടുള്ള നടപടികൾക്ക് അപ്പുറത്തുള്ള സമീപനമാണ്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും കൂടുതൽ സഹായം സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. കേന്ദ്രം പറഞ്ഞത് അർഹതയിലുള്ളതിനേക്കാൾ കൂടുതൽ തുക ഇതിനകം തന്നെ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്. 56,583 കോടി രൂപയാണ് ഈ വർഷം സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഉള്ള അവസരം ലഭിച്ചത്. ഇതിൽ ഏതാണ്ട് 37,583 കോടി പൊതുവിപണിയിൽ നിന്നും ഒപ്പം 9,611 കോടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കേരളം കടമെടുത്തത്. പിന്നെങ്ങനെയാണ് ഈ സംസ്ഥാനത്തോട് കടമെടുക്കുന്ന കാര്യത്തിൽ തങ്ങൾ അർഹമല്ലാത്ത വിധത്തിൽ പരിഗണന കാട്ടി എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത വർഷം കേരളത്തിന് കടമെടുക്കാനായിട്ടുള്ള അർഹത കേവലം 33,597 കോടി രൂപയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിച്ചാൽ അടുത്ത വർഷം ഇതിന്റെ ബാധ്യത സംസ്ഥാനം എങ്ങനെ വഹിക്കും? 5,000 കോടി, അതുകൊണ്ട് പരമാവധി ആ തുക മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രതിമാസം കേരളത്തിന്റെ ഈ കടമെടുക്കുന്നത് 3,642 കോടി വീതമാണ് കേരളം കടമെടുക്കുന്നത്. ഇപ്പോൾ 5,000 കോടി അനുവദിച്ചാൽ പോലും അടുത്ത വർഷം കേരളത്തിന് ഒരു മാസം പിന്നീട് കടമെടുക്കാനായിട്ട് സാധിക്കുന്നത് കേവലം 2,000 കോടി രൂപയായിരിക്കും. ഈ 3,642 കോടി കടമെടുത്താൽ പോലും കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സംസ്ഥാനത്തിന് അത് ചുരുങ്ങി 2,000 കോടിയായാൽ സംസ്ഥാനത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര കടുത്തതായിരിക്കും? അങ്ങനെയുള്ള ഘട്ടത്തിലും ഈ വിധത്തിലുള്ള ആക്ഷേപങ്ങൾ മാത്രമായിരിക്കും കേരളം ഉന്നയിക്കുക. അതുകൊണ്ട് ഈ 5,000 കോടി എന്നതിലുപരി കൂടുതലൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തെ കടമെടുക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. എന്നാൽ കേരളം പറഞ്ഞത് 10,000 കോടിയെങ്കിലും കടമെടുക്കാനായി അനുവദിക്കണം എന്നുള്ളതാണ്. അടുത്ത വർഷത്തെ പരിധിയിൽ കുറയ്ക്കുന്നതും അംഗീകരിക്കാനാകില്ല എന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ കോടതി രണ്ട് വിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം വിശദമായിട്ട് ഇവ എഴുതി തരാനും സ്ഥിതിവിവര കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള പട്ടിക സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. അടുത്ത വ്യാഴാഴ്ച 21-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള വാദം കേട്ട് ഒരു ഇടക്കാല ഉത്തരവ് കോടതി പറയും. അതെ, 21-ാം തീയതി എന്താകും കോടതി പറയുക എന്നതാണ് ഇനി പ്രധാനമാകാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത. അഹമ്മദ് നഗറിന്റെ പേര് മാറ്റി മഹാരാഷ്ട്ര സർക്കാർ. അഹില്യ നഗർ എന്നാണ് പുതിയ പേര്. പേരുമാറ്റം മന്ത്രിസഭ അംഗീകരിച്ചു. 8 സബർബൻ റെയിൽവേ സ്റ്റേഷനുകളുടെ പേരും മാറ്റി. നേരത്തെ ഔറംഗാബാദിന്റെയും ഉസ്മാനാബാദിന്റെയും പേര് സർക്കാർ മാറ്റിയിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ ഇത്തരത്തിൽ വീണ്ടും പേരുമാറ്റത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്, മഹാരാഷ്ട്ര സർക്കാർ. വിശദാംശങ്ങൾ. തീർച്ചയായും രണ്ട് രീതിയിലാണ് ഈ പേരുമാറ്റങ്ങൾ എന്നത് പറയേണ്ടി വരും. ആദ്യം അഹമ്മദ് നഗറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അത് മുഗൾ ഓർമ്മകൾ നിലനിൽക്കുന്ന പേരുകളൊക്കെ തന്നെ മാറ്റണം എന്നത് BJPയുടെ ഒരു പൊതുനയമാണ്. ശിവസേനയുടെയും അത് ഏക്നാഥ് ഷിൻഡെ വിഭാഗമായാലും ഉദ്ധവ് താക്കറെ വിഭാഗമായാലും അവരുടെ ഒരു പൊതു നിലപാടും അത് തന്നെയാണ്. ആ നിലപാട് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അഹമ്മദ് നഗറിന്റെ പേര് മാറ്റുന്നത്. അഹല്യ നഗർ എന്നതാണ്. അഹല്യ ദേവി ഹോൽക്കർ, അത് ഹോൽക്കർ രാജവംശത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ രാജവംശത്തെ നയിച്ച ഒരു പോരാളിയായിരുന്നു. അവരുടെ പേരാണ് ഇപ്പോൾ ഈ അഹമ്മദ് നഗറിന് നൽകുന്നത്. ഒപ്പം തന്നെ മുംബൈയിലെ 8 സബർബൻ സ്റ്റേഷനുകളുടെ പേര് മാറ്റുമ്പോൾ അവിടെ മാനദണ്ഡമാക്കി എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കാലത്തെ പേരുകൾ ഒക്കെ തന്നെ മാറ്റണം എന്നതാണ്. ഏതൊക്കെ സ്റ്റേഷനുകൾ എന്ന് വളരെ വേഗം ഒന്ന് പരിശോധിച്ചാൽ സെൻട്രൽ ലൈനിൽ കറി റോഡിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അത് ലാൽ ബാഗ് എന്നാണ് ആക്കിയിട്ടുള്ളത്. സാൻഡേഴ്സ് റോഡ് എന്നൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് ഇനി ഡോങ്ക്രി എന്നാകും അറിയപ്പെടുക. മറൈൻ ലൈൻസ് മുംബാദേവി എന്നറിയുന്നു. ചർണി റോഡ് ഗിർഗാവ്, കോട്ടൺ ഗ്രീൻ കാല ചൌക്കി, ഡോക്യാർഡ് റോഡ് മസ്ഗാവ്, കിങ് സർക്കിൾ തീർത്ഥാൻകർ പർഷ്വർത്ത് എന്നും മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുംബൈ സെൻട്രലിന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ ഷേത്ത് എന്നും മാറ്റാനുള്ളതാണ് ഇപ്പോൾ മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനം. ഏതായാലും ഇത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേന്ദ്ര സർക്കാരിന് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കും. അതിനുവേണ്ടി ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് ശുപാർശ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഇത് തന്നെ നടപ്പാക്കപ്പെടുകയും ചെയ്യും. ശരി.
ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വിൽപ്പന സമ്മർദ്ദത്തിൽ ഓഹരി വിപണികളിൽ കറുത്ത ബുധൻ. വ്യാപാരമധ്യേ സെൻസെക്സ് 1100 പോയിന്റ് വരെ താഴ്ന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ 5% ഇടിഞ്ഞു. തകർച്ച SME ലിസ്റ്റിംഗിൽ കൃത്രിമം നടക്കുന്നെന്ന സെബി മേധാവിയുടെ പരാമർശത്തെ തുടർന്ന് IT ഒഴികെ എല്ലാ മേഖലകളും നഷ്ടത്തിൽ. 3 ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് 21 ലക്ഷം കോടി രൂപ. കാൽനൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വേതന വർധനവിനൊരുങ്ങി ടൊയോട്ട. വേതന ചർച്ചകളിൽ യൂണിയൻ ആവശ്യങ്ങൾ അംഗീകരിച്ച പാനസോണിക്, നിപ്പോൺ സ്റ്റീൽ, നിസാൻ കമ്പനികൾ. ബാങ്ക് ഓഫ് ജപ്പാനിൽ നെഗറ്റീവ് പലിശ നിരക്ക് നയം അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങിയെന്ന് പ്രതീക്ഷ. വമ്പൻ ടെക് കമ്പനികളെ നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള ഇന്ത്യൻ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ഇലോൺ മസ്കിന്റെ എക്സ്. നിയന്ത്രണത്തോട് പൂർണ്ണമായും യോജിക്കാതെ ഗൂഗിൾ, ആപ്പിൾ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഊബർ എന്നീ കമ്പനികൾ. പ്രതികരണം ടെക് ഭീമന്മാരുടെ മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള കരട് നിയമനിർമ്മാണ നിർദ്ദേശത്തോട്. അന്യായമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആഗോള വിറ്റുവരവിന്റെ 10% വരെ പിഴ ഈടാക്കാൻ വ്യവസ്ഥ. 2 ഡൽഹി മെട്രോ ഇടനാഴികളുടെ വികസനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴികൾക്ക് ചെലവ് 8400 കോടി രൂപ. 2.5 ലക്ഷം യാത്രക്കാർക്ക് ഉപകാരപ്രദമാണ് ഇടനാഴികളെന്ന് വിലയിരുത്തൽ. രാജ്യത്തെ ഓൺലൈൻ ബസ് ബുക്കിംഗുകളിൽ 67% മെട്രോ ഇതര മേഖലകളിൽ നിന്ന് റെഡ് ബസ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മ്യൂച്വൽ ഫണ്ട് അസോസിയേഷന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. സാധാരണ നമ്മൾ വിചാരിക്കുന്ന സ്ത്രീകൾ നിക്ഷേപ പദ്ധതികളിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല, പ്രത്യേകിച്ച് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ. എന്നാൽ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ കണക്കുകൾ ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് കാണിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന മലയാളികളിൽ 31% വനിതകളാണെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പുതുച്ചേരിക്കൊപ്പം 2ാം സ്ഥാനത്താണ് കേരളം. 32% വനിതാ പങ്കാളിത്തമുള്ള കർണാടകയാണ് ദക്ഷിണേന്ത്യയിൽ 1ാമത്. ദേശീയ തലത്തിൽ മൊത്തം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരിൽ 24% ഉള്ളൂ വനിതകൾ. ഇതിനേക്കാളും ബഹുദൂരം മുന്നിലാണ് കേരളത്തിലെ സ്ത്രീ പങ്കാളിത്തം. ഇന്ത്യയിൽ വനിതാ നിക്ഷേപകരുടെ പങ്കാളിത്തത്തിൽ ഏറ്റവും മുന്നിൽ ഗോവയാണ്. ഇനി ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയ ഇടിവാണ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. 338 പോയിന്റ് താഴ്ന്ന് 21,997 ദേശീയ ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 906 പോയിന്റ് താഴ്ന്ന് 72,761 വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ 1100 പോയിന്റ് വരെ സെൻസെക്സ് ഇടിയുന്ന ഒരു നിലയുണ്ടായി. ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളൊക്കെ ഇന്ന് നഷ്ടത്തിലായിരുന്നു. ഇനി US ഡോളർ റുപ്പി വാല്യൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രൂപ 4 പൈസ കുറഞ്ഞ് 82 രൂപ 83 പൈസ എന്ന നിലയിലാണ് വിനിമയം അവസാനം നടന്നത്. ഇന്നത്തെ മാർക്കറ്റ് വിശകലനത്തിനായി ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സെബി മേധാവിയുടെ ആ പരാമർശത്തെ തുടർന്ന് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്ക് ഒരു വലിയ തകർച്ചയുണ്ടാകുന്നു. ഇന്ന് മാത്രം ഒരു 13.5 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടം വന്നതെന്ന കണക്കുകൾ വരുന്നു. മറ്റൊന്ന്, ചില വിദഗ്ധർ പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസികൾ പല രാജ്യങ്ങളും നിയമവിധേയമാക്കുമ്പോൾ ക്രിപ്റ്റോയുടെ മൂല്യം ഇത്രയധികം കൂടി നിൽക്കുമ്പോൾ അത് ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു ഭീഷണിയാകുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി കുറച്ച് ദിവസങ്ങളിലേക്ക് മാർക്കറ്റ് ഒരു കറക്ഷനിലായിരിക്കും. ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. വളരെ വിഷ്യസ് ആയിട്ടുള്ള ഒരു കറക്ഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിക്ഷേപകർ ഇന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലുള്ള ഒരു വാല്യുവേഷനെ സംബന്ധിച്ചുള്ള കൺസേൺ പലരും പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പ്രോഗ്രാം വഴി തന്നെ പലതവണ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ മാത്രം നിൽക്കാതെ ലാർജ് ക്യാപ്പിലോട്ടുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇപ്പം സെബി ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സ്ട്രെസ് ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലിവറേജ് ആയിരിക്കുക. എന്താണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിലുള്ള നഷ്ടം ഇന്നുണ്ടായിട്ടുണ്ട്. ഈ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് മാർക്കറ്റ് റിക്കവർ ചെയ്തില്ല. താഴേക്ക് സെല്ലിംഗ് പ്രഷർ വരികയായിരുന്നു. സാധാരണ രീതിയിൽ എക്സസ് ലിവറേജ് ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ഒരു ട്രെൻഡ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിൽക്കും അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് താഴുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. നിക്ഷേപകർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മാർക്കറ്റ് ഒരു സ്റ്റെബിലിറ്റി ആകുന്നിടം വരെ കുറച്ച് കോഷ്യസ് ആയിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ബൈയിങ്ങും സെല്ലിങ്ങും ട്രേഡിംഗ് പൊസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ഔട്ട്ലുക്ക് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഈ താഴ്ച വളരെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ശരി, എന്തായാലും ഭാവിയിൽ നല്ല ഒരു വാങ്ങൽ
അവസരമായി മാർക്കറ്റ് മാറും എന്നാണ് ശ്രീ പ്രിൻസ് ജോർജ് പറയുന്നത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു ഇന്ന് സംഭവിച്ചത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം. സംസ്ഥാനം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വീണ്ടും ഉയർന്നു. ജല അതോറിറ്റിക്ക് KCBക്ക് നൽകാനുള്ള കുടിശ്ശിക 2068.17 കോടി രൂപ സർക്കാർ ഏറ്റെടുത്തു. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ദീർഘകാല കരാറുണ്ട്, പക്ഷേ വലിയ വില കൊടുത്ത് തെർമൽ പവർ വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചൂട് കടുക്കുകയാണ്. ഈ അവസരത്തിൽ നാളത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാകുമല്ലോ. എന്ത് തീരുമാനം അതിൽ പ്രതീക്ഷിക്കാം? അനുജ, സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി എങ്ങനെ മറികടക്കാമുള്ളതാണ് നാളെ ചേരുന്ന യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കാരണം അനുജ സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ റദ്ദാക്കിയ കരാറുകൾ, ദീർഘകാല വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിച്ചിരുന്നു. 465 മെഗാവാട്ട് വൈദ്യുതി 3 സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നതിനായിരുന്നു ഈ കരാർ. പക്ഷേ ഈ കമ്പനികൾ കരാർ പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും വൈദ്യുതി നൽകി തുടങ്ങിയിട്ടില്ല. പലതവണ ബോർഡിലെ ഉദ്യോഗസ്ഥർ കമ്പനികളുമായി ചർച്ച നടത്തിയെങ്കിലും ഇക്കാര്യത്തിൽ ഫലമുണ്ടായില്ല. ഇതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഗുരുതരമായൊരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച ഒരു നിർണായകമായ തീരുമാനമെടുക്കുന്നത് നാളത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗത്തിന് ശേഷമാകും. കാരണം ഈ കമ്പനികളുമായി വീണ്ടും ചർച്ച ചെയ്യണോ അതോ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വളരെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണോ എന്നുള്ളതാണ് നാളെ ചേരുന്ന യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലാണ്. ഇന്നലെയുമായിരുന്നു, ഇന്നും ഇപ്പോൾ റെക്കോർഡെന്ന കണക്ക് വരുമ്പോഴാണ് വൈദ്യുതി പ്രതിസന്ധി കൂടി രൂക്ഷമാണ്. കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ചൂട് കൂടും. 5 ജില്ലകളിൽ കൂടുതൽ ചൂടാകും. 39 ഡിഗ്രി സെൽഷ്യസ് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുമ്പോഴാണ് നാളത്തെ നിർണായക യോഗം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBI സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. 2019-24 കാലഘട്ടത്തിൽ 22,217 ബോണ്ടുകൾ ലഭിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ 22,030 ബോണ്ടുകൾ വാങ്ങിയെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. R രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയ ബോണ്ടുകളുടെ കൃത്യമായ കണക്കുകൾ, അതാകെ കണക്ക് ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓരോ പാർട്ടിയും അത് എത്ര തുകയുടേത് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ ഇതെങ്ങനെ ക്രോഡീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നതും അതൊരു വെല്ലുവിളിയായി മാറുമോ? RK അനുജ ചോദിച്ചതുപോലെ നിർഭാഗ്യവശാൽ അത് അത്തരം വിവരങ്ങൾ ലഭിക്കുമെന്ന് ഇന്ന് ഈ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല അതിൽ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് നമുക്ക് പറയേണ്ടി വരുമെന്നാണ് ഈ ഘട്ടത്തിലെ ഒരു വസ്തുത. ഇതിൽ ഈ KYC വിവരങ്ങൾ SBI നൽകിയിട്ടുള്ള വിവരങ്ങളിൽ ഉണ്ടെന്നാണ് കമ്മീഷനും ഇപ്പോൾ കരുതിയിരിക്കുന്നത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നാൽ പലരും സ്വന്തം പേരിലല്ല ബോണ്ട് വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ബോണ്ടുകളുടെ പൂർണ്ണ വിവരം പുറത്തു വന്നാലും ആരാണ് ഈ യഥാർത്ഥ ദാതാക്കൾ എന്നവരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ബോണ്ട് വാങ്ങിയവരുടെയും ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ പുറത്തു വരും. എങ്കിലും ഈ സംഭാവനയുടെ കൃത്യമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇരുട്ടിൽ തന്നെ തുടരും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ട്. അത് സൂചിപ്പിക്കുന്ന വിധത്തിലാണ്. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സത്യവാങ്മൂലത്തിൽ പറയേണ്ടതായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 പെൻഡ്രൈവുകളിലാക്കിയിട്ട് ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നീ മൂല്യങ്ങളുള്ള ബോണ്ടുകളായിട്ടാണ് SBI വഴി കടപ്പത്രം സർക്കാർ ഇറക്കിയത്. ഓരോ പാർട്ടിയുടെയും ആരുടെയെല്ലാം പണം ലഭിച്ചു എന്ന വിവരം ക്രോഡീകരിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? ഡിജിറ്റലായാണ് നൽകിയത്. വിവരങ്ങൾ സത്യവാങ്മൂലത്തിലൂടെ SBI സുപ്രീം കോടതിയെ അറിയിച്ചു.